ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മടി പിടിച്ച ഒരു ദിവസം എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ മടി പിടിച്ച ദിവസം മാക്സിമം ഞാൻ മടി പിടിച്ചിരിക്കാണ്ട് കുറച്ചൊന്ന് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ ഇവിടെ അബുദാബിയിലുള്ള ഒരു ദുബായിലുള്ള ഡ്രാഗൺ മാർട്ട് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞല്ലോ നല്ല മടിയുള്ളൊരു ദിവസമായിരുന്നു എന്ന്. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം മോളുടെ അടുത്ത് വെച്ചപ്പോൾ മോൾക്ക് പിന്നെ സെറിയൽസ് മതി എന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനൊരു സാൻഡ്വിച്ച് ആക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച്. ഇക്ക പിന്നെ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആട്ടോ ആക്കുന്നത്. അപ്പോൾ അതവിടെ ബോയിലാവുന്ന സമയത്ത് ഞാൻ മോൾക്കുള്ള ഫുഡൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും തന്നെ എഗ്ഗെല്ലാം നല്ലോണം ബോയിലായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയിട്ടാട്ടോ പിന്നെ ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ അവരങ്ങനെ നിൽക്കുമ്പോൾ അവരങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വരും. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അവർ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ആ ബോയിൽ ചെയ്ത എഗ്ഗൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രീം ചീസും പിന്നെ കുറച്ച് കെച്ചപ്പും ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഒരു പെപ്പറിൻ്റെ ആ ഒരു കിക്ക് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ സാൻഡ്വിച്ചിലായാലും എന്തിലായാലും ആ ഒരു പെപ്പറിൻ്റെ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ആക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാനൊരു ചീസിൻ്റെ സ്ലൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് മോൾക്ക് കൊടുത്തിട്ട് ഞാൻ ചായ കുടിക്കാനിരിക്കുന്നത് തന്നെ എനിക്ക് സമാധാനത്തിൽ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷെ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഇന്നിപ്പം മെയിൻ്റനൻസിൻ്റെ ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ മോളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. എന്നാലും ആ ഒരു എന്താ പറയുക, ആ ഒരു മീ ടൈം അങ്ങനെ കിട്ടൂല കേട്ടോ അവൾ എണീറ്റ് കഴിഞ്ഞാൽ. അങ്ങനെ സാൻഡ്വിച്ച് എല്ലാം റെഡി ആയിപ്പോൾ ഞാനും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ചിരുന്നപ്പം ഇന്നിപ്പോൾ വെറുതെ മടി പിടിച്ചിരിക്കുകയല്ലേ, ഫുഡൊന്നും ഉണ്ടാക്കാനോ അങ്ങനെ ഒരു മൂഡൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഈ കിച്ചണിലൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച്. കിച്ചണിൽ ഇങ്ങനെ ഒരു ഫ്രീ സ്പേസ് ഉണ്ട്. അതായത് നമുക്ക് ഡിഷ് വാഷർ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡിഷ് വാഷർ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഞാൻ എൻ്റെ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യൽ. നമ്മുടെ മോപ്പ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ്, നമ്മൾ ഡിറ്റർജൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെപ്പോഴും ഇങ്ങനെ ഒരു മെസ്സായിട്ട് കിടക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തെടുക്കണമെന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറേ ആയിട്ട് ഡിലേ ആയി. പിന്നെ ഉമ്മ വന്നപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരു കർട്ടൻ പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് തരണം എന്നുള്ളത്. പക്ഷേ ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് അവസാനം ഉമ്മ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നിപ്പോൾ അതെന്തായാലും ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ അടുത്തൊരു പഴയ ടോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഇങ്ങനെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം കറക്റ്റായിരുന്നു.
അപ്പോൾ അതിങ്ങനെ 2 പോർഷനായിട്ട് വരുന്നത്, ഒരു യോക്ക് പോർഷനും പിന്നെ താഴേക്ക് ഇങ്ങനെ ഒരു ഫ്ലെയർ പോലെയുള്ള ഒരു പോർഷനായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലെയർ പോലെയുള്ള പോർഷൻ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു 2 പോർഷനും തുന്നയിച്ചെടുത്തിട്ട് ഞാൻ ആ ബാക്കി അടിയിലുള്ള ആ ഒരു ഭാഗം ഞാൻ ഒന്ന് കട്ടനാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കില്ല, കുറച്ച് പണിയല്ലേ. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ അടുത്ത് ഹെമ്മിങ്ങിൻ്റെ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. അതായത് നമുക്കിങ്ങനെ ജസ്റ്റ് നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ മതി, അതങ്ങനെ സ്റ്റിക്കായി നിന്നോളൂ കേട്ടോ. ഇത് ഐക്കേന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കർട്ടനൊക്കെ ഇങ്ങനെ നമുക്ക് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്വിങ് മെഷീൻ എടുക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ കുറേ തപ്പി പിടിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് കേട്ടോ. കാരണം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം എവിടെയൊക്കെയോ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് നമ്മൾ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തതിന് ശേഷം ആ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളത് അതിൻ്റെ മേലെ നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കും കേട്ടോ. നല്ല വൃത്തിയിലും നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെ സ്റ്റിച്ചിങ് അറിയാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്താൽ ഇത്ര വൃത്തിയിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒരു ഹുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഓൾറെഡി കമാൻഡ് ഹുക്സ് ഇല്ല, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു ഗം അത്ര സ്ട്രോങ് ആയിരുന്നില്ല കേട്ടോ. ആ ഒരു കർട്ടൻ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു കയറിട്ട് കൊടുത്തിട്ട് ആ ഒരു കർട്ടൻ പോലെ ഹാങ് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഞാനിങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ത്രെഡ് നമുക്ക് ഉള്ളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നടുവിലും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റേത് ഇങ്ങനെ 2 അറ്റത്തും നമ്മൾ തൂക്കിയിട്ടതിന് ശേഷം നോക്കുമ്പോൾ നടുവിൽ കുറച്ചിങ്ങനെ താഴ്ന്നു കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ നടുവിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു മെസ്സൊന്നും അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാധനങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഒരു വൃത്തിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കങ്ങനെ ചിലവില്ലല്ലോ, നമ്മളുടെ പഴയ ഡ്രസ്സ് വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പം അതങ്ങനെ സെറ്റാക്കി കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് അതിൽ തന്നെ അങ്ങനെ മുഴുകി പോകട്ടോ. പിന്നെ വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തലേന്ന് ഉണ്ടാക്കിയ ഫുഡ് അങ്ങനെയൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ ഇങ്ങനെ ഐക്കയുടെ മീറ്റ് ബോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് അതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ലേറ്റ് ആയിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എനിക്കങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മോൾക്ക് ആ ഒരു മീറ്റ് ബോൾസ് ഉണ്ടാക്കി. പിന്നെ ഞാൻ പൊട്ടാറ്റോ ഇതിനിടയ്ക്ക് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനൊരു മാഷ്ഡ് പൊട്ടാറ്റോ പോലെ ആക്കിയെന്ന് കൊടുത്തിട്ടോ. മാഷ്ഡ് പൊട്ടാറ്റോ ആക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്രീം ചീസും പാലും ഒഴിച്ചു കൊടുത്തിട്ടാണ് ആക്കിയത്. ബട്ടർ ചേർത്തില്ല കേട്ടോ. ബട്ടർ ചേർക്കുന്നതിന് പകരം ഞാൻ ആ ഒരു മീറ്റ് ബോൾസ് ഞാൻ ബട്ടറിലാണ് സോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബാക്കി വന്ന ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മീറ്റിൻ്റെ ഫ്ലേവറും കൂടിയും ആ ഒരു മാഷ്ഡ് പൊട്ടാറ്റോയിൽ വരും. അങ്ങനെ മോളുടെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ലഞ്ച് കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങിട്ടോ. അപ്പോൾ വീട്ടിലിങ്ങനെ പറഞ്ഞല്ലോ, ഒരു മടി പിടിച്ച പോലത്തെ ഒരു ദിവസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. ഇക്കാക്ക് മുസഫയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണ് ക്യാപിറ്റൽ മോൾ വരുന്നത്. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് തരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ മോൾ എന്ന് പറയുന്നത് എന്താ പറയുക, അബുദാബിയിലെ ഒരു ഡ്രാഗൺ മാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.
കാരണം ഈ മോളിൻ്റെ ഉള്ളിലാണ് ഒരു ചൈന സെൻറ്റർ ഉള്ളത്. ചൈനീസ് ഷോപ്സ് നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ കാണില്ലേ, അതേ ഒരു ഇതിൽ തന്നെ കേട്ടോ. നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ പോയാൽ നമുക്കിങ്ങനെ കുറേ ഡ്രസ്സുകൾ, കാര്യങ്ങൾ, ബെഡ്ഷീറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാമല്ലോ, ടോയ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു മിനി വേർഷൻ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഡ്രാഗൺ മാർട്ടിൻ്റെ അത്ര ഷോപ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ അത്രയില്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻലി ഡ്രസ്സസ്സാണ് ഞാൻ കണ്ടത്. ഒരുവിധം എല്ലാം ഡ്രസ്സസ് ആയിരുന്നു. മെയിനായിട്ട് കോഡ് സെറ്റുകൾ, പിന്നെ നൈറ്റ് വെയേഴ്സ്, ഡെയിലി വെയേഴ്സ്, കുട്ടികളുടെ ഡ്രസ്സുകൾ, അങ്ങനെ കേട്ടോ ഞാൻ കണ്ടത് മെയിൻലി. പിന്നെ ഞാൻ അധികം ഒന്നും പോയി നോക്കിയില്ല, എനിക്ക് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാൻ്റെ പരിപാടി കഴിഞ്ഞ് വരുന്നവരെ നോക്കാനുള്ളൊരു ടൈമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഒരിക്കൽ അവിടെ വന്നിട്ട് ഞാൻ കോഡ് സെറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവഴി പോകാമെന്ന് പറഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഒരുപാട് നല്ല ഡെയിലി വെയർസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഇങ്ങനെ പൈജാമ സെറ്റുകളുണ്ടല്ലോ, അതുണ്ട്. പിന്നെ പല വെറൈറ്റി കളക്ഷൻസിൽ നമുക്ക് കോഡ് സെറ്റ്സ് കാണാൻ പറ്റും കേട്ടോ. പല കളേഴ്സിലും പല ഡിസൈനിലും പല മെറ്റീരിയലിലും നമുക്ക് ഒരുപാട് കോഡ് സെറ്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ടൈം എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നടന്നിട്ട് ഷോപ്പ് ചെയ്യാനുള്ള അത്രയുണ്ട് കേട്ടോ. ഡ്രസ്സസ് മാത്രമല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ഞാനങ്ങനെ ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടില്ല, പല ടൈപ്പിലുണ്ട് കേട്ടോ. നമുക്ക് 3 പീസസ് വരുന്ന കോഡ് സെറ്റുകളുണ്ട്, 2 പീസായിട്ട് വരുന്ന കോഡ് സെറ്റുകളുണ്ട്. പിന്നെ നല്ല ഫുൾ ലെങ്ത്തിൽ വരുന്ന നല്ല കഫ്താൻസ് ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള കഫ്താൻസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ പല ടൈപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പല റേറ്റ് ആട്ടോ. മെറ്റീരിയലിനനുസരിച്ചും ഡിസൈനിനനുസരിച്ചൊക്കെ പല റേറ്റ് വരുന്നുണ്ട്. 50 ദിറംസിന് വരുന്നുണ്ട്, 100 ദിറംസിന് വരുന്നുണ്ട്, അതിന് മുകളിലേക്ക് വരുന്നുണ്ട്, അങ്ങനെ പല റേറ്റിനും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും. ഈ ഒരു കോഡ് സെറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 3 സെറ്റാണ്, നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആട്ടോ. അപ്പം ഞാൻ റേറ്റ് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് 100 ദിറംസ് എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെയും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ഗേൾസിനൊക്കെ നല്ല നല്ല കോട്ടൺ ഫ്രോക്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഡെയിലിയൊക്കെ വീട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റിയ, എസ്പെഷ്യലി നമ്മൾ സമ്മേഴ്സിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല കോട്ടണിൽ നല്ല ക്യൂട്ടായിട്ട് പ്രിൻസ് വരുന്ന നല്ല നല്ല ഫ്രോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ സെൽഫ് ഡിസൈൻ ചെയ്തിട്ട് തന്നെ നല്ല നല്ല ഫ്രോക്സുകൾ, നല്ല സ്മോക്കിങ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ നല്ല ഫ്രോക്സുകൾ ഉണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ള നല്ല ഫ്രോക്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗേൾസിന് നല്ല ട്രെൻഡി ആയിട്ട് വരുന്ന ബോട്ടംസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല പലാസോസ്, അതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടംസ്, ടോപ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല നൈറ്റ് വെയർസ് ഒക്കെ ഉണ്ടായിരുന്നു, 3 പീസസ് 100 എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും കേട്ടോ. മെറ്റീരിയലുണ്ടല്ലോ, ഇതിന് എന്താ പറയുക, ബേബി കോട്ടൺ എന്നോ അങ്ങനെ എന്തോ ആണ് മെറ്റീരിയൽ തോന്നുന്നത്. നമുക്ക് ഭയങ്കര സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം ഇതും 2 പീസസ് 100 ദിറംസിന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻലി കോഡ് സെറ്റ്സ് ആണ് ഞാൻ എല്ലാ ഷോപ്പിലും മെയിനായിട്ട് കണ്ടത്. അത് പല വെറൈറ്റിയിൽ, പല മെറ്റീരിയലിൽ, പല പ്രിൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കോഡ് സെറ്റുകളുടെ ഒരു ട്രെൻഡാണല്ലോ. അപ്പം പല ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്രീൻ സെറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് സ്കേർട്ട് വരുന്ന സെറ്റാട്ടോ. പാൻസ് വരുന്നതും ഉണ്ട്, സ്കേർട്ട് വരുന്നതും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു സെറ്റ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലും നല്ല സാറ്റിൻ, നമുക്ക് ഇട്ടാലും നമുക്കൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു മാക്സി ഡ്രസ്സ് കണ്ടില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മെറ്റീരിയലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ അവർ 50 ദിർഹംസ് ആട്ടോ പറഞ്ഞത്. അതിൻ്റെ ആ ഒരു നെക്ക് പോർഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മെറ്റീരിയൽസിൽ വരുന്ന ഒരുപാട് ടോപ്സുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല വൈഡ് ലെഗ്സ് പാൻസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് നല്ല നല്ല ടോപ്സുകൾ ഉണ്ടായിരുന്നു. നല്ല സാറ്റിൻ മെറ്റീരിയൽ, സിൽക്ക് മെറ്റീരിയലൊക്കെ വരുന്ന നല്ല ടോപ്സ് ആയിരുന്നു. പിന്നെ കോഡ് സെറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് വെറൈറ്റിയിൽ കാണാൻ പറ്റും. പിന്നെ ഇതാ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടോ, ഈ ഒരു മെറ്റീരിയലിലെ കോഡ് സെറ്റ്സ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മെറ്റീരിയൽ നമുക്ക് സമ്മേഴ്സിലൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ വരുന്ന 2 പാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മെറ്റീരിയൽ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു മെറ്റീരിയൽ വരുന്ന ആ ഒരു കോഡ് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ നല്ല വൈഡായിട്ട് വരുന്ന പാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന, ഇട്ടാലും നമുക്ക് നല്ല രസത്തിൽ കിടക്കുന്ന നല്ലൊരു മെറ്റീരിയലാട്ടോ. അപ്പോൾ അത്രേ ടൈം കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇക്കാൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇനി വേറൊരു ദിവസം പോയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ. ഫോട്ടോ എടുത്തോ? എങ്ങനെ ഫോട്ടോ എടുത്ത് നടക്ക്.